നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കോഴി വളർത്തുന്നവരും കാട വളർത്തുന്നവരും ഒക്കെ ഒരുപാട് മരുന്നുകളെ ആശ്രയിക്കുന്നവരാണ്. എന്നാൽ അത് ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് നമ്മൾ ആൻറ്റിബയോട്ടിക്കുകളാണ്. ഏറ്റവും കൂടുതൽ നമ്മൾ ആശ്രയിക്കുന്നത് ആൻറ്റിബയോട്ടിക്കുകളുടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് നമുക്കത് സൈഡ് എഫക്റ്റ് ധാരാളമായിട്ടുണ്ടാകും. നമ്മൾ ഓൺ ദ സ്പോട്ടിൽ മരുന്നുകൾ ആൻറ്റിബയോട്ടിക്കുകൾ കൊടുക്കുമ്പോൾ അത് നമുക്ക് റിക്കവർ ആവുമെങ്കിലും പിന്നീട് അതിന് നമുക്ക് പലതരത്തിലുള്ള മെഡിസിൻസ്, പലതരത്തിലുള്ള വൈറ്റമിനുകൾ കൊടുത്ത് റിക്കവർ ആക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തും. അതുകൂടെ തന്നെ നമുക്ക് പലതരത്തിലുള്ള സൈഡ് എഫക്റ്റ് കോഴികൾക്ക് ധാരാളമായിട്ടുണ്ടാകുന്ന സാഹചര്യമുണ്ട്. അത് ഒരുപാട് നാൾ നീണ്ടു നിൽക്കുകയും ചെയ്യും. ഇതിനൊക്കെ പ്രതിവിധി എന്ന് പറയുന്നത് നമ്മൾ പ്രോബയോട്ടിക്കിലേക്ക് മാറുക എന്നതാണ്. പ്രോബയോട്ടിക് എന്ന് പറഞ്ഞാൽ എന്താണ്? കോഴികളുടെ ആരോഗ്യത്തെ വളരെയധികം സംരക്ഷിച്ച് നിർത്തുന്ന ഒരു കവചം പോലെ പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം ബാക്ടീരിയാസിൻ്റെ പ്രവർത്തനമാണ് പ്രോബയോട്ടിക് എന്ന ആ ഒരു വാക്കുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരു പടയാളി എന്ന നിലയിൽ നമ്മുടെ കോഴിയുടെ ബോഡിയെ വളരെ നല്ല രീതിയിൽ കെയർ ചെയ്യുകയും ബാഹ്യമായിട്ടുള്ള ഏത് ആക്രമണത്തെയും തടഞ്ഞു നിർത്തുവാനും അതിനെ ചെറുത്തു തോൽപ്പിക്കാനും കഴിവുള്ള കരുത്തുറ്റ കുറച്ചധികം ബാക്ടീരിയാസ്. ഈ ബാക്ടീരിയാസ് പല തരത്തിൽ നമുക്ക് സ്വന്തമായിട്ടുണ്ടാക്കാൻ കഴിയും. അതുപോലെ തന്നെ നമുക്ക് പുറത്തുനിന്ന് ധാരാളമായിട്ട് വാങ്ങാൻ കഴിയും. നമ്മൾ ഇന്നു മുതൽ കുറച്ചധികം വീഡിയോകൾ നമ്മൾ പരിശോധിക്കുന്നത് നമുക്ക് സ്വന്തമായിട്ട് കുറച്ച് പ്രോബയോട്ടിക്കിനെ സൃഷ്ടിച്ച് കോഴികളുടെ ഉള്ളിലേക്ക് കൊടുത്ത് നല്ല രീതിയിൽ നമുക്ക് ഒരു കോഴികളുടെ ആരോഗ്യ സംരക്ഷണം എങ്ങനെ നിലനിർത്താം, ഏത് രീതിയിലുള്ള ഒരു പ്രതിസന്ധി വന്നാലും അതിനെ തടയാൻ കഴിയുന്ന, നല്ല രീതിയിൽ അതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ കഴിയുന്ന തരത്തിൽ രോഗപ്രതിരോധ ശേഷിയുള്ള ഒരു കൂട്ടം കോഴികളെ എങ്ങനെ വാർത്തെടുക്കാം, ഇതാണ് ഇന്നു മുതൽ നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രോബയോട്ടിക്കിൻ്റെ പ്രാധാന്യം നമ്മുടെ ചെറുപ്പകാലം മുതൽ നമ്മൾ കണ്ടുവരുന്ന പല കാര്യങ്ങളും നമ്മൾ ഇന്ന് വിസ്മരിക്കുകയും അതിലേക്ക് പോകാൻ മടിയാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് ഞാൻ ഇപ്പോൾ ഈ ഒരു വീഡിയോയുടെ പരമ്പര തന്നെ ചെയ്യുന്നത്. നമ്മൾ പണ്ടുകാലത്തൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ പ്രായം എന്ന് പറയുന്നത് ഒരു 45 വയസ്സ് കഴിഞ്ഞു. ഈ 45 വയസ്സിന് മുമ്പ്, അതായത് 45 വർഷത്തിന് മുമ്പ് ഞാൻ കണ്ടുവന്ന ആ രീതിയൊക്കെ ഇപ്പോൾ എവിടെയുമില്ല. പക്ഷേ നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് അത് കൊടുക്കുന്നുമുണ്ട്. അപ്പം നമുക്ക് സ്വന്തമായിട്ട് നമുക്ക് എങ്ങനെ ഒരു പ്രോബയോട്ടിക് ക്രിയേറ്റ് ചെയ്ത് കോഴികൾക്ക് ആരോഗ്യകരമായിട്ടുള്ളൊരു ജീവിതത്തിലേക്ക് കടത്താം, ഇതാണ് നമ്മൾ ഇന്നു മുതൽ ചിന്തിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഇന്ന് ഞാൻ നിങ്ങളെ ഒരു പ്രധാനപ്പെട്ട ഒരു മരുന്നാണ് പരിചയപ്പെടുന്നത്. ഇതിന് ആപ്പിൾ സിഡർ വിനെഗർ എന്നാണ് അതിന് അറിയപ്പെടുന്നത്. ഇത് വർഷങ്ങൾക്ക് പണ്ട് കാലത്ത് നമ്മുടെ ഇല്ലായിരുന്നു. പക്ഷേ ആ ഒരു മെത്തേഡ് അല്ലെങ്കിൽ ആ ഒരു തിയറി അല്ലെങ്കിൽ ആ സയൻറ്റിഫിക് രൂപം അന്നുണ്ടായിരുന്നു. അതിൻ്റെ സയൻറ്റിഫിക് രൂപമോ അല്ലെങ്കിൽ അതിൻ്റെ സയൻറ്റിഫിക് ശാസ്ത്രീയമായിട്ടുള്ള വശങ്ങളോ ഒന്നും അറിഞ്ഞിട്ടല്ല അന്ന് അവർ കൊടുത്തിരുന്നത്. പക്ഷേ ഇപ്പോൾ നമുക്ക് ആ ആപ്പിൾ സിഡർ വിനെഗർ എങ്ങനെ ഉണ്ടാക്കാം, ഇതാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത്. ഈ ആപ്പിൾ സിഡർ വിനെഗർ എങ്ങനെ ഉണ്ടാക്കുന്നു എന്നുള്ള രീതി ഇന്ന് ഞാൻ പഠിപ്പിക്കും. അതോടൊപ്പം തന്നെ അതിനകത്തുനിന്ന് പ്രോബയോട്ടിക് കൾച്ചർ എങ്ങനെ നമുക്ക് സൃഷ്ടിച്ചെടുക്കാം. ഇത് രണ്ട് കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത്. അത് എങ്ങനെ കോഴികൾക്ക് അപ്ലൈ ചെയ്യണം എന്നത് നമ്മൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതെല്ലാം കൂടി ഒരുമിച്ച് നിങ്ങളെ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവില്ല, അതില്ലെങ്കിൽ അത് ലോങ് ആയി പോവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾ പരിപൂർണമായിട്ടും കാണുക. നമുക്ക് ആപ്പിൾ സിഡർ വിനെഗർ വളരെയധികം കോഴികൾക്ക് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്ന ഒരു സാധനമാണ്. അത് ഏറ്റവും കൂടുതൽ നമ്മൾ കുഞ്ഞുങ്ങൾക്ക്, ഡേ ഓൾഡ് കുഞ്ഞുങ്ങൾക്ക് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ വളരെയധികം രോഗപ്രതിരോധ ശേഷിയുള്ള കോഴികളായിട്ട് മാറുകയും നമുക്ക് ആ ഡേ ഓൾഡ് കുഞ്ഞുങ്ങളുടെ ആ ഒരു പരിചരണ സമയത്ത് അതിന് വളരെയധികം പ്രോബയോട്ടിക്കിൻ്റെ സാന്നിധ്യം ഉള്ളത് കൊണ്ട് തന്നെ അതിന് ആൻറ്റിബയോട്ടിക്കിൻ്റെ ഉപയോഗം വളരെയധികം കുറയ്ക്കാനും കഴിയും. നല്ല ആരോഗ്യമുള്ള കോഴികളെ നമുക്ക് വളർത്തിയെടുക്കാൻ കഴിയും. നമുക്ക് ആപ്പിൾ സിഡർ വിനെഗർ എങ്ങനെ ഉണ്ടാക്കാം, അതിൻ്റെ ഒരു കൾച്ചറിൽ നിന്ന് പ്രോബയോട്ടിക്കിൻ്റെ ഒരു കൾച്ചർ രീതി എങ്ങനെ നമുക്ക് സൃഷ്ടിക്കപ്പെടാം. ഇത് രണ്ട് രീതിയിൽ നമ്മൾ കൊടുക്കുന്നത്. ഒറ്റ രീതിയിലല്ല നമ്മൾ ഇത് കോഴികൾക്ക് അപ്ലൈ ചെയ്യുന്നത്. ഇത് മനുഷ്യർ ഉപയോഗിക്കുന്നതാണ്. വയറ് കുറയാനും ഫാറ്റ് കുറയാനും ഒക്കെ മനുഷ്യർ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. ഇത് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നമ്മൾ നെറ്റിലൊക്കെ സെർച്ച് ചെയ്താൽ വളരെയധികം വില കൊടുത്ത് വാങ്ങുന്ന ഒരു സാധനമാണ്. നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാം. ഇതൊരു മാക്സിമം ഒരു 20 ദിവസത്തെ പ്രോസസ്സ് കൊണ്ട് നമുക്ക് ആപ്പിൾ സിഡർ വിനെഗർ എത്ര ലിറ്റർ വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാം. ഞാനൊരു ചെറിയ ഒരു ക്വാണ്ടിറ്റിയിൽ ഞാൻ നിങ്ങളെ ഉണ്ടാക്കുന്നത് കാണിക്കാം. ആ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് പരിപൂർണ്ണമായിട്ട് നിങ്ങൾ പരീക്ഷിച്ച് നോക്കുകയും അതിൻ്റെ ഗുണം അത് ഒരുപാട് ആളുകൾ വേൾഡ് വൈഡ് കൊടുക്കുന്ന ഒരു സാധനമാണ് ഈ ആപ്പിൾ സിഡർ വിനെഗർ എന്ന് പറയുന്നത്. വേൾഡ് വൈഡ് കൊടുക്കുന്നതാണ്. ലോക രാജ്യങ്ങളെല്ലാം കൊടുത്ത് വളരെയധികം പ്രത്യേകിച്ച് ഈ ഇന്ത്യയിൽ വളരെയധികം അത് പ്രചാരത്തിലില്ല എങ്കിലും യൂറോപ്യൻ കൺട്രികളിലും മറ്റ് വെസ്റ്റേൺ കൺട്രികളിലും പിന്നെ നമ്മൾ നൈജീരിയ, അതുപോലെ തന്നെ ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളിലെല്ലാം ഇത് സ്ഥിരമായിട്ട് അവർ ആൻറ്റിബയോട്ടിക്കിൻ്റെ ഉപയോഗം തന്നെ പരമാവധി കുറച്ചുകൊണ്ട് അവർ പലതരത്തിലുള്ള പ്രോബയോട്ടിക് ക്രിയേറ്റ് ചെയ്ത് കോഴികൾക്ക് അപ്ലൈ ചെയ്തിട്ടാണ് അവർ ആരോഗ്യകരമായിട്ടുള്ള ബ്രോയിലർ ഫാമിംഗ് ഉൾപ്പെടെയുള്ള ഫാമിംഗ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് പരീക്ഷിക്കാന്നല്ല, നമുക്കിത് ചെയ്ത് വളരെയധികം വിജയിച്ച കുറച്ച് അധികം ആളുകൾ ഇന്ന് നിലവിലുണ്ട്. ഈ ഒരു ആപ്പിൾ സിഡർ വിനെഗർ നമുക്ക് കോഴികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ വളരെയധികം ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളെ അല്ലെങ്കിൽ നമുക്ക് വാർത്തെടുക്കാൻ കഴിയും.
ഭാവിയിൽ അത് നല്ല രീതിയിലുള്ള പ്രൊഡക്ഷനിലേക്ക് വരികയും ചെയ്യും. നല്ല രീതിയിലുള്ള ഒരു വെയിറ്റ് ക്രിയേറ്റ് ചെയ്യുവാൻ ബ്രോയിലറിനാണെങ്കിൽ സാധിക്കും. ഈ ഒരു ആപ്പിൾ സിഡർ വിനെഗർ ഉണ്ടാക്കുന്ന രീതി നിങ്ങളൊന്ന് കണ്ടു നോക്കുക. അത് അവസാനം വരെ നിങ്ങൾ കാണുവാൻ ശ്രമിക്കുക. കാരണം അവസാനം എൻ്റെ കൾച്ചർ വേർതിരിക്കുന്നൊരു കാര്യം കൂടി കാണിക്കുന്നുണ്ട്. അപ്പോൾ കൾച്ചർ എങ്ങനെയാണ്? കൾച്ചർ എന്നല്ലാതെ അത് പ്രോബയോട്ടിക്കിൻ്റെ ഒരു കോളനികൾ അത് പുളിപ്പിച്ച് നമ്മൾ എടുക്കുന്ന ഒരു രീതി. അത് നമ്മൾ ഈ സാധനം തന്നെ അത് പുളിപ്പിച്ച് മറ്റൊരു പ്രോബയോട്ടിക്കായിട്ട് ക്രിയേറ്റ് ചെയ്ത് നമ്മൾ എടുക്കുന്ന ഒരു രീതിയും കൂടി കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് പോവുക. അതിൻ്റെ ഉപയോഗവും കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത ഒരു പാർട്ടായിട്ട് കാണിക്കാം. ഓക്കെ. ഇതാണ് ആപ്പിൾ സിഡർ വിനെഗർ. ഇത് ആപ്പിൾ സിഡർ വിനെഗർ ഇതാണ്. ഇത് നമുക്ക് കോഴികൾക്ക് കൊടുക്കേണ്ട രീതി ഇത് ഇതേപോലെ നമുക്ക് കോഴികളുടെ വെള്ളത്തിൽ ഒഴിച്ചു കൊടുക്കാം. പക്ഷേ ഇതിനെക്കാട്ടി എഫക്റ്റീവായിട്ട് കുറച്ചുകൂടി നല്ല ഒരു നല്ല ഒരു രീതിയിൽ നമുക്കിത് കൊടുക്കാം. ഇതാണ് നമ്മൾ മെഡിസിൻ എന്ന നിലയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധനം, ഈ ആപ്പിൾ സിഡർ വിനെഗറാണ്.
മെഡിസിൻ കോഴികൾക്ക് പിന്നെ നമ്മളൊരു കോഴ്സ് പോലെ കൊടുത്ത് കോഴികളെ റിക്കവർ ആക്കുന്ന കോഴികൾ, അതായത് ഈ നമ്മുടെ ഡേ ഓൾഡ് കുഞ്ഞുങ്ങൾക്ക് വളരെയധികം നല്ല രീതിയിൽ കൊടുക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു സാധനം ഈ ആപ്പിൾ സിഡർ വിനെഗറാണ്. ഇത് അതിൻ്റെ ഒരു പ്രോബയോട്ടിക് കൾച്ചറാണ്. ഇത് പ്രോബയോട്ടിക്കിൻ്റെ ഒരു കൾച്ചർ. നമ്മൾ വൈകിട്ട് രാവിലെ ആപ്പിൾ സിഡർ വിനെഗർ കൊടുക്കുക, വൈകിട്ട് നമ്മൾ ഇത് വെള്ളത്തിൽ ഒഴിച്ചു കൊടുക്കുക. ഇത് ആണ് അതിൻ്റെ ഒരു രീതി. കാരണം ഇത് പ്രോബയോട്ടിക്കിൻ്റെ ശരിക്കും പ്രോബയോട്ടിക് ക്രിയേറ്റായ ഒരു ഒരു കൾച്ചർ രൂപമാണ്. ഈ കൾച്ചർ നമ്മൾ കോഴിയുടെ വെള്ളത്തിൽ ഒഴിക്കുമ്പോൾ ശരിയായിട്ടും പ്രോബയോട്ടിക് അതിനകത്ത് ലാക്ടോബാക്ടീരിയസ് ബാക്ടീരിയയുടെ കോളനികൾ കോഴിയുടെ ഉള്ളിൽ പ്രവർത്തിക്കുകയും നല്ല രീതിയിലൊരു ബോഡി വളരെ റെസിസ്റ്റിംഗ് പവർ കൂടുകയും ചെയ്യും. കോഴികൾ നല്ല ആരോഗ്യമുള്ള കോഴികളായിട്ടിരിക്കുകയും ചെയ്യും. അപ്പോൾ ഇത് രണ്ടിൻ്റെയും ഉപയോഗം, ഇത് നമുക്ക് അതിനകത്തൊന്നും ചെയ്യാനില്ല. ഇത് നമ്മൾ വൈകുന്നേരം ഇത് രാവിലെ ഈ ആപ്പിൾ സിഡർ വിനെഗർ മിക്സ് രാവിലെ കോഴികൾക്ക് കൊടുക്കുക, വൈകിട്ട് വരെ വെള്ളത്തിനകത്ത് ഇത് ഒഴിച്ചു കൊടുക്കുക. ഇത് അതേപോലെ നമ്മൾ ഒരു 10 ലിറ്റർ വെള്ളത്തിനകത്ത് ഒരു 50 മില്ലി നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മതി. ഒരു 10 ലിറ്റർ വെള്ളത്തിനകത്ത് 50 മില്ലി ഒഴിച്ചു കൊടുത്താൽ മതി. ഇത് ഇതേപോലെ ഗ്ലാസ് കുപ്പിക്കകത്ത് നമ്മൾ സൂക്ഷിച്ച് എത്ര നാൾ വേണമെങ്കിലും സൂക്ഷിച്ച് വെക്കാം. ഇതേപോലെ തന്നെ നമ്മൾ സൂക്ഷിച്ച് വെച്ചാൽ മതി. ഇതൊന്നും ചെയ്യേണ്ട, ഫ്രിഡ്ജിലൊന്നും സൂക്ഷിക്കേണ്ട. ഇതും അതേപോലെ നമുക്ക് സൂക്ഷിച്ച് വെക്കാം. ഇത് ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട. ഇതും ചില്ല് കുപ്പിക്കകത്ത് നമ്മൾ സൂക്ഷിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് രണ്ടും ഞാൻ ഇതിൻ്റെ മറ്റൊരു രൂപം നാളെ ഞാൻ കാണിക്കാം. നാളെ ഇതെങ്ങനെയാണ് ഇത് കറക്റ്റായിട്ട് ഇത് കൊടുക്കുന്നത്, ആപ്പിൾ സിഡർ വിനെഗർ കൊടുക്കേണ്ട ശരിയായിട്ടുള്ള രീതി എങ്ങനെയാണെന്ന് ഞാൻ നാളെ കാണിച്ചു തരാം. ഇതിനകത്ത് 1-2 സാധനങ്ങൾ നമ്മൾ ചേർത്തിട്ട് നമ്മൾ കറക്റ്റായിട്ട് കൊടുത്താൽ മതിയാകും. അപ്പോൾ ഇതാണ് ഈ ആപ്പിൾ സിഡർ വിനെഗർ ഉണ്ടാക്കുന്ന രീതി. അപ്പോൾ അതിൻ്റെ കൾച്ചർ ഉണ്ടാക്കുന്ന രീതിയും ഇതാണ്. ഇത് നമ്മൾ ഏകദേശം ഒരു 22 ദിവസത്തെ പ്രോസസ്സാണ്. ഈ 22 ദിവസത്തെ പ്രോസസ്സ് കൊണ്ട് നമുക്ക് എത്ര ലിറ്റർ വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കി വെക്കാം. നമുക്ക് ഒരു ഫാമിങ്ങിലേക്ക് മുഴുവനായിട്ട് നമുക്ക് ഒരു മാസത്തേക്ക് ഉപയോഗിക്കാനുള്ള സാധനമൊക്കെ നമുക്ക് ഉണ്ടാക്കി വെക്കാം. അപ്പോൾ ആദ്യത്തെ ഒരു പ്രാവശ്യം നമ്മൾ സിഡർ വിനെഗർ എടുത്തു കഴിയുമ്പോൾ നമുക്ക് പിന്നീടുള്ള സാധനം അതേ വേറൊരു കുപ്പി മേടിച്ചിട്ട് അതിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചാൽ ഇത് തീരുമ്പോഴേക്കും നമുക്ക് അടുത്തത് റെഡിയായി കിട്ടും. നമുക്ക് സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു സാധനം തന്നെയാണ്. വളരെ ചിലവ് കുറഞ്ഞ് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു മരുന്നാണിത്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് അതിൻ്റെ ഉപയോഗിക്കേണ്ട രീതി നാളെ കാണിക്കുക. ഏതായാലും ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. നമുക്ക് മറ്റേ നല്ല വീഡിയോ ആയിട്ട് ഇതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ട് നാളെ വീണ്ടും കാണാം.